ഡിയർ സ്റ്റുഡൻസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് ബികോം SDE സ്റ്റുഡൻസിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2020 പാർട്ട് ബി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് 1 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തൊട്ട് മുമ്പേ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നത് ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് ഒന്നിലധികം വർഷങ്ങളിൽ ലഭിക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോൺ റെക്കറിങ് ഇൻ നാച്ചുറാണ്. അതെന്തല്ല, റെക്കറിങ് നാച്ചുറല്ല. റെക്കറിങ് നാച്ചുർ ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. നോൺ റെക്കറിങ് നാച്ചുറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഓൾ ഐറ്റംസ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അപ്പിയർ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലാണ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്ന പൈസ, അതെന്തല്ല, റെക്കറിങ് നാച്ചുറല്ല. അതെന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. പിന്നെ സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, ഇതൊക്കെ എന്താണ്, റെക്കറിങ് നാച്ചുറാണ്. അപ്പോൾ ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. നെക്സ്റ്റ് 10, ക്വസ്റ്റ്യൻ നമ്പർ 10, വാട്ട് ഈസ് മാനുഫാക്ചറിങ് അക്കൗണ്ട്? ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ആ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് അത് ഒരു നോൺ മാനുഫാക്ചറിങ് ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ് ഫൈനൽ അക്കൗണ്ട്സ്. പിന്നെ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇതാണ് അതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നത് ദിസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്. ദ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് ദി അക്കൗണ്ട് എംപ്ലോയ്ഡ് ടു ഷോ ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ചെലവ്, കോസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോംപ്രൈസസ് 3 എലിമെൻറ്റ്സ് ആണ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്, ഡയറക്റ്റ് വേജസ്, അതേപോലെ തേർഡ് വൺ ഫാക്ടറി എക്സ്പെൻസ് ഓർ വർക്ക്സ് കോസ്റ്റ് ആണ്. അപ്പോൾ 3 എലിമെൻറ്റ്സ് ആണ് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ GAAP. GAAP എന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടാകാൻ വേണ്ടി വേൾഡ് ലെവലിൽ അംഗീകരിച്ചിട്ടുള്ള സർട്ടൈൻ റൂൾസ്, ആ റൂൾസിനാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് GAAP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12, വാട്ട് ഡു യു മീൻ ബൈ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിങ്? ആൻസർ, to consign means to send. To consign means to send. In accounting, the term consignment accounts relate to accounts dealing with a situation where one person send goods to another person. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുക. പിന്നെ എന്തിനാണ്? ഓൺ ദ ബേസിസ് ദാറ്റ് ദ ഗുഡ്സ് വിൽ ബി സോൾഡ് ഓൺ ബിഹാഫ് ആൻഡ് അറ്റ് ദ റിസ്ക് ഓഫ് ദ ഫോമർ. ആ ഗുഡ്സ് സെയിൽസ് നടത്താൻ വേണ്ടി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് ഡീൽ ചെയ്യുന്ന അക്കൗണ്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. പിന്നെ 2 പേഴ്സൺസ് ആണ് ഇവിടെ. ദ പേഴ്സൺ ഹു സെൻഡ് ദ ഗുഡ്സ് ഈസ് നോൺ ആസ് കൺസൈനർ. ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന വ്യക്തി കൺസൈനറും ദ പേഴ്സൺ ഹു റിസീവ്സ് ദ ഗുഡ്സ് ഈസ് നോൺ ആസ് കൺസൈനി. ഗുഡ്സ് റിസീവ് ചെയ്യുന്ന വ്യക്തി കൺസൈനി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ആർ ഫിറ്റീഷ്യസ് അസറ്റ്സ്? അതായത് ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്ന ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഫിറ്റീഷ്യസ് അസറ്റ്സ്. ഫിറ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ നോട്ട് റെപ്രസെൻറ്റഡ് ബൈ എനിത്തിങ് ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. അതായത് ഇതെന്തല്ല, അസറ്റല്ല, ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ളത് കൊണ്ട് മാത്രം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് ഫിറ്റീഷ്യസ് അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ, അഡ്വർടൈസ്മെൻറ്റ് സസ്പെൻസ് അക്കൗണ്ട്, പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇതൊക്കെയാണ് ഫിറ്റീഷ്യസ് അസറ്റ്സിന് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14, വാട്ട് ഈസ് ഡൗൺ പേയ്മെൻറ്റ്?
ഡൗൺ പേയ്മെൻറ്റ് എന്നത് ഹയർ പർച്ചേസ് എന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. അതായത് ഹയർ പർച്ചേസിൽ ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന പൈസയാണ് ഡൗൺ പേയ്മെൻറ്റ്. ദ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദ എഗ്രിമെൻറ്റ് ഈസ് കോൾഡ് ഡൗൺ പേയ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ ബൈ ബൈബാക്ക് ഓഫ് ഷെയർസ്? Buyback of shares means the process by which a company buys its shares back from its shareholders. അതായത് ഒരു കമ്പനി അതിൻ്റെ തന്നെ ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുകയാണെങ്കിൽ അതാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഹയർ പർച്ചേസ് സിസ്റ്റം? ആൻസർ, under hire purchase system the buyer enters into an agreement with the seller to pay the price of the goods purchased in installments. അതായത് under hire purchase system there arise an agreement between the hire purchaser and the seller. പർച്ചേസറും സെല്ലറും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതാണ്. അതായത് ഇയാൾ വാങ്ങുന്ന ഗുഡ്സിൻ്റെ പൈസ ഇൻസ്റ്റാൾമെൻറ്റായി പേ ചെയ്ത് കൊള്ളാം എന്നുള്ള എഗ്രിമെൻ്റാണ് ഹയർ പർച്ചേസ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ബയർ ഗെറ്റ്സ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി ഓൺ പേയിങ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഈ വാങ്ങുന്ന വ്യക്തി, അതായത് ബയർക്ക്, അയാൾ വാങ്ങുന്ന ഗുഡ്സിൻ്റെ പൊസഷൻഷിപ്പ് മാത്രമേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതോടുകൂടി കിട്ടുന്നുള്ളൂ. പിന്നെയോ അയാൾ അതിൻ്റെ ഓണർ ആകുന്നത് ഹി ബിക്കംസ് ദ ഓണർ ഓൺലി ആഫ്റ്റർ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതോടുകൂടി മാത്രമേ ബയർക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുകയുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ കേസ് ദ ബയർ മേക്സ് എനി ഡിഫോൾട്ട് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് എനി ഇൻസ്റ്റാൾമെൻറ്റ് ദ സെല്ലർ ഹാവ് എ റൈറ്റ് ടു റീപ്രൊസസ് ദ ഗുഡ്സ്. അതായത് ബയർ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഈ സെല്ലർക്ക് ആ ഗുഡ്സ് റീപ്രൊസസ് ചെയ്യാനുള്ള റൈറ്റ് അയാൾക്ക് ഉണ്ട്. പിന്നെ അതുവരെ ഈ സെല്ലർ റിസീവ് ചെയ്ത ക്യാഷ് ഹയർ ചാർജസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 17. വാട്ട് ഡു യു മീൻ ബൈ ദ ടേം പർച്ചേസ് കൺസിഡറേഷൻ? പർച്ചേസ് കൺസിഡറേഷൻ മീൻസ് പർച്ചേസ് പ്രൈസ് പെയ്ഡ് ബൈ ദ പർച്ചേസിംഗ് കമ്പനി ടു ദ വെൻഡർ കമ്പനി. പർച്ചേസിംഗ് കമ്പനി വെൻഡർ കമ്പനിക്ക് കൊടുക്കുന്ന പൈസ, അതാണ് പർച്ചേസ് കൺസിഡറേഷൻ. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ നോൺ ബാങ്കിങ് അസറ്റ്സ്. നോൺ ബാങ്കിങ് അസറ്റ് എന്നത് ഒരു ബാങ്കിൻ്റെ അസറ്റല്ല. അതായത് ഒരു ബാങ്കിന് അതിൻ്റെ കടങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അക്വയർ ചെയ്യുന്നതാണ് നോൺ ബാങ്കിങ് അസറ്റ്. അതായത് ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ഒരു വ്യക്തിക്ക് അയാളുടെ ലോൺ എമൗണ്ട് ക്യാഷായി അടച്ചു തീർക്കാൻ പറ്റാതെ വരുമ്പോൾ ബാങ്ക് അയാളുടെ അസറ്റ് ഏറ്റെടുത്തുകൊണ്ട് അയാളുടെ ലോൺ ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ അസറ്റാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് സി ആണ്, ആൻസർ എനി 6. അപ്പോൾ അതിൽ 2 എണ്ണമാണ് തിയറി ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് സെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്? എന്തിനു വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബിസിനസ് അക്കൗണ്ട്സ്. ബിസിനസ് അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എന്ത് പറയാം, ട്രയൽ ബാലൻസ് ഹെൽപ്പ് ടു അസർടെയിൻ വെദർ ഓൾ ദ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ആർ പ്രോപ്പർലി റെക്കോർഡഡ്. എല്ലാ ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയോ ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് എറേഴ്സ്. പിന്നെ അസിസ്റ്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നത് ട്രയൽ ബാലൻസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് 21-22 പ്രോബ്ലം ആണ്. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.